ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ തേർഡ് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് ക്ലാസ്സാണിത്. അപ്പം നമുക്ക് ഇതിൻ്റെ തിയറികൾ, ലേബർ കോസ്റ്റിൻ്റെ തിയറികൾ നമ്മൾ കുറച്ചധികം പഠിച്ചു. ഇനി നമുക്ക് ലേബർ കോസ്റ്റ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 114 പറഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് ലേബർ കോസ്റ്റ്. അപ്പം ഇനി കോസ്റ്റ് അക്കൗണ്ടിങ്, labor cost includes not only the amount paid to worker as wages but also all other expenses incurred on the workers. In short, labor cost refers to the various items of expenditure incurred on workers. Labor cost includes. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന വേജസ് അല്ലെങ്കിൽ സാലറീസിനെ മാത്രമല്ല, അതുകൂടാണ്ട് നമ്മൾക്ക് അവർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ്സ്, ഇയർനസ് അലവൻസ്, ലീവ് സാലറി, അങ്ങനെയുള്ള എല്ലാ ബെനിഫിറ്റ്സും കൂടി ചേർന്നിട്ടാണ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ അതർ ബെനിഫിറ്റ് എന്നുള്ളത് നോക്കാം. മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്, അതുപോലെ ഫ്രിഞ്ച് ബെനിഫിറ്റ് ഉണ്ട്. രണ്ടും എന്താണെന്ന് നോക്കാം. മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പേയ്മെൻറ്റ് മെയ്ഡ് ടു വർക്കേഴ്സ് ബൈ ദ എംപ്ലോയർ ഇൻ ടേംസ് ഓഫ് മണി ഈസ് കോൾഡ് മോണിറ്ററി ബെനിഫിറ്റ്. അപ്പോൾ എന്തെങ്കിലും എമൗണ്ട് വേജസിന് പുറമേ നമ്മൾ വേറെ എന്തെങ്കിലും മോണിറ്ററി ആയിട്ട്, അതായത് മണി ടേംസിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എമൗണ്ട് ടോട്ടൽ സാലറി ആയിട്ട് തന്നെ കൊടുക്കുന്നതിന് നമ്മൾ മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയും, പൈസ ആയിട്ട് കൊടുക്കുന്നതിന്. അപ്പം എന്തൊക്കെയാണ് അതിന് ഇൻക്ലൂഡ്? ബേസിക് വേജസ്, അത് നമുക്കറിയാവുന്ന കാര്യം, ബേസിക് പേ, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഡിയർനസ് അലവൻസ്, ഹൗസ് DA, HRA, പിന്നെയുള്ള പ്രൊഡക്ഷൻ ബോണസ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, അതുപോലെ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, PF, പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ടുള്ള എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു ESI, ഇങ്ങനെയുള്ള നമ്മൾ മണി ടേംസിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ റുപ്പീസിൽ നമ്മൾ കൊടുക്കുന്നതെല്ലാം കൂടി ചേർന്നിട്ട് മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയും. സാലറിയുടെ കൂട്ടത്തിൽ നമ്മൾ കൊടുക്കുന്ന ബാക്കി എമൗണ്ട്സ് എല്ലാം കൂടി ചേർത്ത് മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയും. അതുകൂടാതെ ഫ്രിഞ്ച് ബെനിഫിറ്റ് ഉണ്ട്. ലേബർ കോസ്റ്റിൽ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ആണ്. എമൗണ്ടായിട്ട്, പൈസ ആയിട്ടൊന്നും കൊടുക്കുന്നില്ല, അല്ലാണ്ട് നമ്മൾ കൊടുക്കുന്ന ബാക്കിയുള്ള ബെനിഫിറ്റ്സ്. എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത് സബ്സിഡൈസ്ഡ് മീൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഫുഡിന് സബ്സിഡി, ഫുഡ് കുറഞ്ഞ ചിലവിൽ ഫുഡ് കൊടുക്കുന്നത്. അതുപോലെ ഫ്രീ മെഡിക്കൽ ഫെസിലിറ്റീസ്, ഫ്രീ ട്രാവലിംഗ് ഫെസിലിറ്റീസ് കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഓഫീസിലോട്ട് വരുന്നതും തിരിച്ചു പോകാനായിട്ടുള്ള വാഹന സൗകര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ. അതുപോലെ എംപ്ലോയീസിൻ്റെ ചിൽഡ്രന് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ റിക്രിയേഷണൽ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒഴിവ്, ജസ്റ്റ് എന്തെങ്കിലും ഒരു ട്രിപ്പ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ലിഷർമെൻറ്റിന് വേണ്ടി എന്തെങ്കിലും ഒരു ക്ലാസ്സസ് കൊടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ക്വാർട്ടേഴ്സ് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഫ്രിഞ്ച് ബെനിഫിറ്റിൽ വരുന്നത്. അപ്പോൾ ഒരു ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് മോണിറ്ററി ബെനിഫിറ്റ് പ്ലസ് ഫ്രിഞ്ച് ബെനിഫിറ്റ് കൂടിയിട്ടാണ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പേറോൾ ഓർ വേജ് ഷീറ്റ്. പിന്നെ എങ്ങനെയാണ് എംപ്ലോയീസിൻ്റെ പേറോൾ ഷീറ്റ് അല്ലെങ്കിൽ വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ നമ്മൾ പേറോൾ അല്ലെങ്കിൽ വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ്, ടു അസർട്ടൈൻ ദ ഗ്രോസ് വേജസ് ഡ്യൂ ടു ഈച്ച് വർക്കർ, ദ ഡിഡക്ഷൻസ് ടു ബി മെയ്ഡ് ഫ്രം ദ ഗ്രോസ് വേജസ് ആൻഡ് ദ നെറ്റ് വേജസ് പേയബിൾ ടു ഈച്ച് വർക്കർ. അപ്പം ഫസ്റ്റ് തന്നെ പറഞ്ഞേക്കുന്നത് നമ്മളിങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ, ഒരു പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ വേജ് ഷീറ്റായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ടോട്ടൽ ഒരു വർക്കർക്ക് നമ്മൾ എത്ര കൊടുക്കണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഗ്രോസ് വേജ് എത്രയാണെന്നും, അതുപോലെ അതിനകത്ത് എന്തെങ്കിലും ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ ഡിഡക്ഷൻ കൊടുത്തിട്ട് ടോട്ടൽ നെറ്റ് എത്ര എമൗണ്ട് നമ്മൾ അവരുടെ കയ്യിലോട്ട് കൊടുക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സെക്കൻഡ് വൺ, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ എമൗണ്ട് ഓഫ് ക്യാഷ് റിക്വയർഡ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് വേജസ്. അപ്പോൾ ഒരു ഓഫീസിനെ ഉദ്ദേശിച്ചാണെങ്കിൽ, കമ്പനി പർപ്പസിനാണെങ്കിൽ ടോട്ടൽ എത്ര പേയ്മെൻറ്റ് വേജസ് എത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്ന് കണ്ടുപിടിക്കാനായിട്ട് വേജ് ഷീറ്റ് അല്ലെങ്കിൽ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നു. പിന്നെയുള്ള ലാസ്റ്റ് വൺ, ടു പ്രൊവൈഡ് നെസസറി ഇൻഫർമേഷൻ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് വേജ് സബ്സ്ട്രാക്റ്റ്. ഇനി അടുത്ത എന്തെങ്കിലും വേജ് സബ്സ്ട്രാക്റ്റ് ഒക്കെ എടുക്കണമെങ്കിലും അതിനുള്ള ഇൻഫർമേഷൻ നമുക്ക് വേജ് ഷീറ്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ മെയിനായിട്ട് ഈ 3 ഒബ്ജക്റ്റീവിനായിട്ടാണ് പേറോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ടോട്ടൽ അവർക്ക് എത്ര എമൗണ്ട് കൊടുക്കണമെന്ന് കണ്ടുപിടിക്കാനും, അതുപോലെ ഡിഡക്ഷൻ എത്ര, അതുപോലെ ഗ്രോസ് എത്രയെന്ന് ഓരോ എംപ്ലോയീസിനെയും കണ്ടുപിടിക്കാനായിട്ടും, അതുപോലെ എന്തെങ്കിലും വേജ് സബ്സ്ട്രാക്റ്റ് എടുക്കണമെങ്കിൽ അതിനുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ടുമാണ് വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അടുത്ത പേറോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. Payroll accounting is that part of accounting work which is concerned with the computation of periodic wages payable to workers and recordings of those payments in books of account. അപ്പോൾ ഓരോ പീരിയഡ്സിലും നമ്മൾ ഓരോ വർക്കേഴ്സിന് കൊടുക്കുന്ന അവരുടെ ടോട്ടൽ വേജസ് കണ്ടുപിടിക്കാനും അത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ടാണ് പേറോൾ അക്കൗണ്ടിങ് നമ്മൾ
യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് വന്നു. പേറോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് വേജസ് പേയബിൾ ടു ഈച്ച് വർക്കർ. ഓരോ വർക്കർക്കും നമ്മൾ കൊടുക്കുന്ന ഗ്രോസ് വേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെയുള്ള കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഡിഡക്ഷൻ ടു ബി മെയ്ഡ് ഫ്രം ദ ഗ്രോസ് വേജസ് ഓഫ് ഈച്ച് വർക്കർ. ഓരോ വർക്കേഴ്സിൻ്റെയും കയ്യിൽ നിന്നും അവർക്ക് കൊടുക്കുന്നത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യും. കുറച്ച് എമൗണ്ട് നമ്മൾ PF-ലോട്ടൊക്കെ ആയിട്ട് ഡിഡക്റ്റ് ചെയ്യും. അങ്ങനെ ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. അതുപോലെ മൂന്നാമത്തെ പറഞ്ഞേക്കുന്നത് നെറ്റ് വേജസ് പേയബിൾ. ഓരോ വർക്കേഴ്സിനും നമ്മൾ ലാസ്റ്റ് അവരുടെ കയ്യിലോട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന എത്ര എമൗണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ പേറോൾ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് പേറോളിൽ വേജ് ഷീറ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് പ്രിപ്പയർ ചെയ്യാൻ പേറോൾ അക്കൗണ്ടിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫിഫ്ത്ത് വൺ ദ പ്രിപ്പറേഷൻ ഓഫ് പേ സ്ലിപ്സ് ടു ബി ഗിവൺ ടു ദ വർക്കേഴ്സ്. ഓരോ വർക്കേഴ്സിന് അവർക്ക് കൊടുക്കുന്ന സാലറി സ്ലിപ്സ് ഉണ്ട്. ആ സ്ലിപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ടും പേറോൾ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ പ്രോബ്ലത്തിലോട്ട് കടക്കുകയാണ്. എങ്ങനെയാണ് പേറോൾ അല്ലെങ്കിൽ വേജസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. A payroll or wage sheet is a consolidated list of the wages payable to each worker. ഓരോ വർക്കേഴ്സിനും കൊടുക്കുന്ന വേജസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നൊരു കൺസോളിഡേറ്റഡ് ലിസ്റ്റാണ് പേറോൾ അല്ലെങ്കിൽ വേജ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ ഓരോ വർക്കേഴ്സിൻ്റെയും ഗ്രോസ് വേജസ് എത്രയാണെന്നും ഡിഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവർക്ക് നെറ്റ് വേജസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എങ്ങനെയാണോ വേജ് കൊടുക്കുന്നത്, അതായത് ഡെയിലി ആണോ അല്ലെങ്കിൽ വീക്കിലി ആണോ അല്ലെങ്കിൽ മന്ത്ലി ആണോ എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഡെയിലി വേജസ് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഡെയിലി വേജസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി മന്ത്ലി സാലറി ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ മന്ത്ലി വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താൽ മതിയായിരിക്കും. ഇനി നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഇലുസ്ട്രേഷൻ 1 ഉണ്ട്, 2 ഉണ്ട്. അപ്പം ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലംസാണ് വരുന്നത്. കാരണം ജസ്റ്റ് ഒരു വേജ് പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് ആഡ് ചെയ്യുക, ഡിഡക്റ്റ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇതിനകത്ത് കൂടുതൽ ഫർദർ കാൽക്കുലേഷൻ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ള ഒരു ചെറിയൊരു ചാപ്റ്ററാണിത്. കഴിഞ്ഞ എക്സാമിന് ഇതിനകത്ത് B പാർട്ടിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിരുന്നതാണ്. അതുകൊണ്ട് ഈ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ചേക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വേറെ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാതെ 5 മാർക്ക് നമുക്ക് കിട്ടും. അപ്പം ഞാനൊന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും ഇലുസ്ട്രേഷൻ 1 എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം. അതിനുശേഷം പ്രാക്ടിക്കൽ പ്രോബ്ലം ഇതേ മോഡൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് അസർട്ടൈൻ ദ ലേബർ കോസ്റ്റ് പെർ ഡേ ഓഫ് 8 hours. അപ്പോൾ 8 മണിക്കൂറുള്ള ഒരു ദിവസത്തെ ലേബർ കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒരു വർക്കറിൻ്റെ ഒരു ദിവസത്തെ ലേബർ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഒരു ദിവസം 8 hour ഉള്ളത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെ ബേസിക് സാലറി ഒരു മാസം എത്ര ഉണ്ട്, 2000 രൂപയുണ്ട്. അതുപോലെ DA പറഞ്ഞേക്കുന്നത് ഈ ബേസിക് സാലറിയുടെ 5% നമുക്ക് DA ആയിട്ട് കിട്ടും. പിന്നെ ഉള്ളത് PF ഫണ്ടിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ, ഈ ബേസിക് പേയും അതിൻ്റെ ഒപ്പം DAയും കൂടി ചേർത്തതിൻ്റെ 8% നമുക്ക് PF കിട്ടും. പിന്നെ ഉള്ളത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു ESI 2.5 of A and B. പിന്നെ പ്രോറേറ്റ അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞേക്കുന്നത് ₹175 ₹50 നമുക്ക് ഒരു മാസം നമുക്ക് കിട്ടും. പിന്നെ ഉള്ളത് വർക്കിംഗ് അവേഴ്സ് ഇൻ എ മന്ത്. ഒരു മാസം ടോട്ടൽ 200 വർക്കിംഗ് അവേഴ്സാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ടോട്ടൽ ഒരു മാസം അവർക്ക് എത്ര കിട്ടുമെന്ന് ലേബർ കോസ്റ്റ് കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്ക് ഓരോ ദിവസത്തെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ബേസിക്സ് നമുക്ക് ആദ്യം ലേബർ ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഫോർമാറ്റ് തന്നിട്ടുണ്ട്. അപ്പം 2 കോളം മതി, അതായത് ഒരു പർട്ടിക്കുലർ കോളം ഒരു എമൗണ്ട് കോളം മതി. ഇതിൽ ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് എടുത്തെഴുതി ആഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ബേസിക് സാലറി തന്നിട്ടുണ്ട് 2000 പെർ മന്ത്. അപ്പം നമ്മൾ ഫുൾ ടോട്ടൽ മന്തിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 2000 എടുത്തെഴുതുക. DNS അലവൻസ് തന്നിരിക്കുന്നത് ഈ 2000ൻ്റെ 5%, ദാറ്റ് ഈസ് 100 അതെഴുതുക. അതിനുശേഷം എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു PF. അപ്പോൾ എംപ്ലോയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ അതായത് നമുക്ക് കിട്ടിയ ഈ 2000 100 ഈ 2100ൻ്റെ 8% ആണ് PF-ലോട്ടുള്ള എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ വരുന്നത്. അപ്പം നമുക്ക് 2100 അതിൻ്റെ 8% വരുമ്പോൾ 168 വരും. അപ്പോൾ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ESI-ലോട്ട് വരുന്നത് 2.5% നമ്മുടെ ഈ A+B, അതായത് ബേസിക് സാലറി പ്ലസ് DAയുടെ 2.5% നമുക്ക് ESI-ലോട്ടുള്ള കോൺട്രിബ്യൂഷൻ വരും. അത്ര എല്ലാം എടുത്തെഴുതുക. അതിനുശേഷം ഒരു മന്തിലോട്ടുള്ള നമ്മുടെ അമ്യൂണിറ്റീസ്, പ്രോറേറ്റ അമ്യൂണിറ്റീസ് തന്നിട്ടുണ്ട് ₹175.50. അതുകൂടി എടുത്തെഴുതി നമ്മളെല്ലാം കൂടി ടോട്ടൽ ചെയ്തതിന് ശേഷം എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ടോട്ടൽ മന്തിലോട്ടുള്ള ലേബർ കോസ്റ്റ് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 2500 കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെർ ഡേ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത്
ലേബർ കോസ്റ്റ് പെർ ഡേ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു മാസം 200 വർക്കിംഗ് അവേഴ്സ് ഉണ്ട്. അതായത് 200 വർക്കിംഗ് അവേഴ്സ്, ഒരു ദിവസം 8 അവർ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ഒരു ദിവസത്തെ കണ്ടുപിടിക്കുന്നതിന് ഫസ്റ്റ് നമ്മളുടെ ടോട്ടൽ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ടോട്ടൽ മന്ത്സിൽ എടുക്കുക 2500. ടോട്ടൽ മന്ത്സിൽ നമുക്ക് 2500 ലേബർ കോസ്റ്റ് വരുന്നത്. ഡിവൈഡ് ബൈ ആ ടോട്ടൽ മന്ത്സിലുള്ള വർക്കിംഗ് അവേഴ്സ് വന്ന് 200 ആണ്. അപ്പോൾ 2500 ഡിവൈഡ് ബൈ 200 ഇൻറ്റു ഒരു ദിവസം നമുക്ക് 8 വർക്കിംഗ് അവേഴ്സാണ് ഉള്ളത്, ഇൻറ്റു 8. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലേബർ കോസ്റ്റ് പെർ ഡേ ദാറ്റ് ഈസ് 100 കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ടൊരു വേജ് ഷീറ്റിലെ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാം കൂടി തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നോക്കി ആഡ് ചെയ്തതിന് ശേഷം പെർ ഡേ കണ്ടുപിടിച്ചാൽ മതി. ഇനി ഇല്ലുസ്ട്രേഷൻ 2ൽ പറഞ്ഞിരിക്കുന്നത് ഇതിനേക്കാൾ കുറച്ചുകൂടി വ്യത്യാസപ്പെടുത്തിയിട്ടുള്ളൂ. ഏകദേശം സെയിം തന്നെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലേബർ കോസ്റ്റ് പെർ മാൻ ഡേ. അപ്പോൾ ഒരു ദിവസത്തെയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഡീറ്റെയിൽസ് തന്നിട്ട് ബേസിക് സാലറി ഓരോ ദിവസത്തെ, അപ്പോൾ നമ്മളത് പെർ മന്ത്സിലോട്ട് മാറ്റണം. അപ്പോൾ ഒരു മാസം നമുക്ക് ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഇൻ എ മന്ത് 25 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ പെർ ഡേ തന്നിരിക്കുന്ന നമ്മൾ പെർ മന്തിലോട്ട് മാറ്റുക. അപ്പോൾ ബേസിക് സാലറി പെർ ഡേ 200. അപ്പോൾ നമ്മൾ ഒരു മാസം 25 ഡേയ്സാണ് വർക്കിനുള്ളത്. അപ്പോൾ 200 × 25 5000. അതുപോലെ ഡിയർനെസ് അലവൻസ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് അല്ല, വേറെ രീതി പറഞ്ഞേക്കാണ്. ₹5 ഫോർ എവരി പോയിൻറ്റ് ഓവർ 100 കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ഫോർ വർക്കിംഗ് ക്ലാസ്സസ്. കറണ്ട് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ഈസ് 500 പോയിൻറ്റ്സ്. ഇതൊരു ഒരു സ്കെയിലാണ്, നമ്മുടെ DA കണ്ടുപിടിക്കാനുള്ള സ്കെയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 100 കോസ്റ്റ് വരെ ₹5, അതായത് 100 ലിവിങ് ഇൻഡെക്സ് 100 വരെ 100ന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ഓരോ പോയിൻറ്റിന് നമ്മൾ ₹5 വെച്ചിട്ട് DA കൊടുക്കും. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ലിവിങ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 500 പോയിൻറ്റ്സ് ആണ്. അപ്പം 100 പോയിൻറ്റ്സ് വരെ നമുക്ക് പേയ്മെൻ്റ് ഇല്ല. 100 പോയിൻറ്റിന് മേളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ 100നും ₹5 വെച്ച് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ 500 പോയിൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 100ന് ലീവ് ചെയ്ത് ബാക്കി 400 പോയിൻറ്റ് നമുക്ക് കറണ്ട് ലിവിങ് ഇൻഡെക്സ് ആയിട്ടുണ്ട്. അപ്പോൾ 400 പോയിൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ 400 × 5 2000 നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇവിടെ ഡിയർനെസ് അലവൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് വായിച്ച് തന്നിരിക്കുന്ന ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നോക്കുക. 100 പോയിൻറ്റ് വരെ, അതായത് 100 പോയിൻറ്റ് വരെ നമുക്ക് റുപ്പീസൊന്നും തരുന്നില്ല. അതിന് ശേഷം നമുക്ക് പോയിൻറ്റ്സ് എത്ര പോയിൻ്റാണോ ഓരോ പോയിൻറ്റിനും നമുക്ക് എവരി 100 പോയിൻറ്റ്സിന് നമുക്ക് ₹5 വെച്ച് കിട്ടും. അപ്പോൾ 100 പോയിൻറ്റ് വരെ നമുക്ക് കിട്ടിയില്ല. അതിന് തൊട്ട് മുകളിലോട്ട് 400 നമുക്ക് കിട്ടും. ആ 400 × 5 നമുക്ക് 2000 കിട്ടിയേക്കുന്നത്. അതുപോലെ ലീവ് സാലറിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് A+Bയുടെ 10%, അതായത് 7000ൻ്റെ 10%. അതുപോലെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ പറഞ്ഞിരിക്കുന്നത് A+B+Cയുടെ 8%. അപ്പം 5000 + 2000 + 700, 7700ൻ്റെ 8% ആണ് PF-ലോട്ടുള്ള കോൺട്രിബ്യൂഷൻ. അപ്പോൾ ESI-ലോട്ടുള്ളതെന്ന് വന്നിരിക്കുന്നത് 2.5% A+B+C ആണ് വന്നേക്കുന്നത്. അപ്പോൾ 7700ൻ്റെ 2.5. നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് അമ്യൂണിറ്റീസ് ടു ലേബർ, എക്സ്പെൻഡിച്ചർ ഓൺ അമ്യൂണിറ്റീസ് ടു ലേബർ വന്നിരിക്കുന്നത് പെർ മന്ത് 200 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തപോലെ എല്ലാം കൂടി ആഡ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് പെർ മന്തിലോട്ടുള്ളത് പെർ അവറിലോട്ടുള്ളത് കണ്ടുപിടിക്കാം. ഇവിടെ കുറച്ച് വ്യത്യാസമുള്ളത്, ഇവിടെ നമുക്ക് ഓൾറെഡി 25 വർക്കിംഗ് ഡേയ്സ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ദിവസത്തെ കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ കിട്ടിയേക്കുന്ന 8708.50 ഡിവൈഡ് ബൈ 25 ഡേയ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 348 പെർ ഡേ കിട്ടും. 8 അവറുള്ള പെർ ഡേ കിട്ടും. ഇനി പെർ അവർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന 8708.50 ഡിവൈഡ് ബൈ 25 × 8 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെർ അവറും കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് 2 പേറോൾ അല്ലെങ്കിൽ വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ നന്നായിട്ട് നോക്കുക, മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക. ഇതിന് ശേഷം നമുക്ക് പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൽ സെയിം തന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലം 1ഉം 2ഉം പേജ് 121 ആൻഡ് 122 കിടപ്പുണ്ട്. പ്രാക്ടിക്കൽ പ്രോബ്ലം 1 ആൻഡ് 2 ഇത് രണ്ടും ചെയ്തും കൂടി നോക്കി നിങ്ങൾ എനിക്ക് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡേയ്സ് ഓരോ ഡേയിലെ അവർ എത്ര വർക്ക് ചെയ്യുന്നുള്ളത് കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടില്ല, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊരു പ്രോബ്ലം നമുക്കതിന് ശേഷം ചെയ്യാം.